ഈ വർഷത്തെ വായനാ ദിനവും തുടർന്ന് ഒരു മാസക്കാലമുള്ള വായന പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിവിധ പരിപാടികളെയും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ PN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര, PN പണിക്കരുടെ സ്മരണക്കായി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. എല്ലാ വർഷവും ജൂൺ 19 നമ്മൾ സംസ്ഥാനത്ത് അതുപോലെ തന്നെ മലയാളികൾക്കിടയിൽ ആഗോളതലത്തിൽ വായനാ ദിനം ആചരിക്കാറുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ വിപുലമായ പരിപാടികളാണ് അതിനുവേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂൺ 19 രാവിലെ 11:30 മണിക്ക് കനകക്കുന്ന് കൊട്ടാരത്തിലാണ് വായനാ ദിനാഘോഷ പരിപാടികൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. വായനയെ പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേകിച്ച് പുതുതലമുറയെ വായിക്കാൻ അവർക്ക് പ്രചോദനമേകുക എന്നുള്ളതാണ് പ്രധാനമായും ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊതു ഇടങ്ങളിൽ പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡുകൾ, മാർക്കറ്റുകൾ, തൊഴിലുറപ്പ് കേന്ദ്രങ്ങൾ തുടങ്ങി പൊതു ഇടങ്ങളിൽ 1,00,000 വായനാ സദസ്സ് സംഘടിപ്പിക്കുകയാണ് ഇക്കൊല്ലത്തെ മുഖ്യ പരിപാടി. പിന്നെ കുട്ടികളിൽ വായന ദിനപ്രതിജ്ഞ ചൊല്ലും. പ്രതിജ്ഞയിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധയൂന്നേണ്ട ലഹരി വിരുദ്ധ പ്രചരണത്തിന് ഊന്നൽ നൽകും. ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ച ശ്രേഷ്ഠരായ അധ്യാപകരെ ഗുരുവന്ദനം നടത്തി ആദരിക്കും. ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും വായനാനുഭവങ്ങൾ ഈ ചടങ്ങിൽ പങ്കുവെക്കും. നമ്മുടെ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും ദേശീയ വായനാ ദിനം ആഘോഷിക്കുന്നുണ്ട്. ഇന്ത്യയിലെ UGCയുടെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും AICTEയുടെ കീഴിൽ എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്, നഴ്സിംഗ് കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വായനാ ദിനം ആഘോഷിക്കും. കഴിഞ്ഞ 30 വർഷമായി ഭാരതത്തിലെ 410 ദശലക്ഷം സാമാന്യ ജനങ്ങളിൽ വായനയുടെ സന്ദേശം എത്തിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ സംരംഭത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ഇതിൻ്റെ മാസാചരണത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. വായനാ കിസ് മത്സരത്തിലൂടെ ഏറ്റവും വലിയ പ്രൈസ് മണി, അതിൽ 1,00,000 രൂപയുടെ ക്യാഷും പുസ്തകങ്ങളും വിജയികൾക്ക് സമ്മാനമായിട്ട് ലഭിക്കും. കുട്ടികൾക്ക് കവിതാ പാരായണം, ഉപന്യാസ മത്സരം, പദമത്സരം, ചിത്രരചന മത്സരം, കൂട്ടയോട്ടം, ചർച്ചായോഗങ്ങൾ, സെമിനാറുകൾ, വായനാ ദിന വിളംബര ഘോഷയാത്രകൾ, സ്കൂളുകളിൽ PN പണിക്കർ വായനാ കോർണറുകൾ, മദ്യം മയക്കുമരുന്നിനെതിരായ ബോധവൽക്കരണ പരിപാടികൾ, തെരുവ് നാടകം എന്നിവ സംഘടിപ്പിക്കും. പുസ്തക ചർച്ചകളും സാഹിത്യ നായകന്മാരുമായി ഉള്ള സംവാദവും, ഓരോ വീടും ഒരു പണിശാല എന്ന മുദ്രാവാക്യവുമായി തൊഴിൽ സംരംഭക ബോധവൽക്കരണ ക്ലാസുകളും, അധ്യാപകരെ ആദരിക്കലും, പഠന മികവുള്ളവർക്ക് ലഭ്യമാകുന്ന സർക്കാർ സ്കോളർഷിപ്പുകളെ പരിചയപ്പെടുത്തലും, 10ാം ക്ലാസ്സിന് ശേഷമുള്ള വിവിധ പഠന മേഖലകൾ, വിവിധ തരം മത്സര പരീക്ഷകളും അതിന് തയ്യാറാകുവാനുള്ള മാർഗങ്ങളും, വിവിധ ഫ്യൂച്ചർ സ്കിൽസിനെ കുറിച്ചുള്ള അവബോധവും, AI സാക്ഷരതയും, റോബോട്ടിക്സ്, ഡ്രോൺ പരിശീലനം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം പൂജപ്പുര അക്ഷരഗുരു സന്നിധിയിൽ PN പണിക്കർ പ്രതിമയുടെ പരിസരം
ജൂൺ 19 മുതൽ ജൂലൈ 18 വരെ 30 ദിവസം വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ ചർച്ചാ യോഗങ്ങൾ വിദഗ്ധർ നയിക്കും. ഇക്കൊല്ലത്തെ വായനാ ദിന മാസാചരണത്തിൻ്റെ മുദ്രാവാക്യം വായനയാണ് വികസനം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ PN പണിക്കർ വിജ്ഞാൻ വികാസ് കേന്ദ്ര എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന വായനാ ദിന മാസാചരണ പരിപാടികൾ ഇത്തവണ ഈ വിധമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ പ്രവർത്തനത്തിൻ്റെ താല്പര്യം സമൂഹത്തിൽ വായന പ്രോത്സാഹിപ്പിക്കുക, വായനയെ വളർത്തുക, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ വായനാശീലം ശക്തിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ്. PN പണിക്കർ ഫൗണ്ടേഷൻ വിജ്ഞാൻ വികാസ് കേന്ദ്ര ഈ കാര്യത്തിൽ വളരെ വലിയ പരിശ്രമങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തി വരുന്നതാണ്. ആ പ്രവർത്തനങ്ങൾ ഇനിയും ശക്തിപ്പെടുത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ ഞാനിവിടെ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്.